നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങൾ എന്ന ഈ പരമ്പരയിലൂടെ എന്നോടൊപ്പം സഞ്ചരിക്കുന്നവർക്കറിയാം, ഞാൻ ഇവിടെ വന്ന് എൻ്റെ പോരായ്മകളെ പോസ്റ്റ്മോർട്ടം ചെയ്യാറുള്ളത് ജീവിതം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ്. ഇതൊരു മനഃശാസ്ത്ര ക്ലാസ് അല്ല, ഫിലോസഫിയുമല്ല. പലരുടെയും ഉള്ളിൽ തട്ടേക്കാവുന്ന ചില ലളിതമായ ചിന്തകൾ മാത്രമാണ്. നമ്മളെല്ലാവരും കയറാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്ന ഒരു മുറിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹത്തിന്റെ വാതിൽ തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ വാതിൽ തുറക്കാനുള്ള താക്കോൽ സ്വന്തം കയ്യിലുണ്ടെന്നുള്ള കാര്യം ചിലരെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ സംസാരിക്കുന്നത് ബന്ധങ്ങളെക്കുറിച്ചും പരസ്പരം ബന്ധിക്കപ്പെടുവാനുള്ള ആഴത്തിലുള്ള ആഗ്രഹത്തെയും കുറിച്ചാണ്. സ്നേഹിക്കപ്പെടുക, ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുക, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക എന്നത് എല്ലാം മനസ്സിന് അത്യാവശ്യമായ ഒന്നാണ്. നമ്മുടെ ശരീരത്തിന് ആഹാരവും വെള്ളവും എന്ന പോലെ നമ്മൾ ജനിക്കുന്നത് തന്നെ സ്നേഹിക്കാൻ തക്കവണ്ണം രൂപകൽപ്പന ചെയ്യപ്പെട്ടാണ്. മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഘടകങ്ങൾ നമുക്കുള്ളിൽ തന്നെയുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ ചിരിക്കാൻ ആരും പഠിപ്പിക്കേണ്ടതില്ല. അത് തികച്ചും സ്വാഭാവികമായ ഒരു ചോദനയാണ്. എന്നാൽ വെറുപ്പ്, വിദ്വേഷം ഇവയൊക്കെ അങ്ങനെയല്ല. അത് നമ്മൾ പിന്നീട് പഠിച്ചെടുക്കുന്നതാണ്. അവ ജീവിതത്തെ നശിപ്പിക്കാനേ ഉപകരിക്കും. സ്നേഹവും ചിരിയുമൊക്കെ ഇത്ര സ്വാഭാവികമായിട്ട് നമ്മളിൽ പലരും ഹൃദയത്തിൽ ഒരു അദൃശ്യമായ പൂട്ടിട്ടാണ് നടക്കുന്നത്. മറ്റാരെങ്കിലും വന്ന് അത് തുറക്കട്ടെ എന്ന് നമ്മൾ കാത്തിരിക്കുന്നു. സ്നേഹത്തിന്റെ വാതിലിന് പുറത്ത് ഉള്ളിലേക്ക് കയറാൻ കൊതിയോടെ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകൾ ഒരു കാര്യം മറന്നു പോകുന്നു: അതിനുള്ള താക്കോൽ അവരുടെ സ്വന്തം പോക്കറ്റിൽ തന്നെയുണ്ട്. മറ്റുള്ളവർക്ക് പകരമില്ലാത്ത സ്നേഹം നൽകാനുള്ളതായ ഒരു കഴിവാണ് നമ്മളിൽ ഓരോരുത്തരുമുള്ളതായ ആ താക്കോൽ. ഇതിലെ ഏറ്റവും മനോഹരമായ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? സ്നേഹം നൽകുന്നത് തന്നെയാണ് സ്നേഹം ലഭിക്കുന്നതിൻ്റെയും താക്കോൽ. ജീവിതത്തിന്റെ തുടക്കകാലത്ത് എനിക്ക് ഈ കാര്യം മനസ്സിലായിരുന്നില്ല. ഞാൻ വെറുതെ കാത്തിരുന്നു. മറ്റാരെങ്കിലും വന്ന് വാതിൽ തുറക്കുമെന്ന് കരുതി. അവരുടെ കയ്യിൽ താക്കോൽ ഉപയോഗിച്ച് എന്നിലേക്ക് സ്നേഹത്തിന്റെ വാതിൽ തുറന്ന് ചില നല്ല മനസ്സുള്ളവർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കും അത് ചെയ്യാമായിരുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയും ലളിതമായ ഒരു കാര്യം തിരിച്ചറിയാൻ ഞാൻ ഒത്തിരി സമയമെടുത്തു. താക്കോൽ പോക്കറ്റിട്ട് അത് ഉപയോഗിക്കാനുള്ള അറിവില്ലായ്മ കൊണ്ടോ, മടി കൊണ്ടോ, അഹങ്കാരം കൊണ്ടോ വാതിലിന് പുറത്ത് തന്നെ നിന്നത് ഞാനായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഇത് നന്നായി പറഞ്ഞിട്ടുണ്ട്: മനുഷ്യ ഹൃദയത്തിൽ ദൈവത്തെ കാണാൻ കഴിയാത്ത നമ്മൾ പിന്നെ എവിടെ പോയാണ് ദൈവത്തെ കണ്ടെത്തുക? സ്നേഹിക്കാനുള്ള കഴിവ് നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കേണ്ടി ഒന്നല്ല, അത് ഇതിനകം തന്നെ നമുക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷേ ചിലപ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ ഈ പൂട്ട് തിരിഞ്ഞെന്ന് വരില്ല. നിങ്ങളൊരു അയൽക്കാരനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അയാൾ നിങ്ങളെ നോക്കുന്നത് എന്തോ പണം പിരിക്കാൻ വന്ന ഒരാളെ നോക്കുന്നത് പോലെ ആവാം. ആ ഒരു തണുത്ത നോട്ടം നിങ്ങളുടെ ആവേശം കെടുത്തിയേക്കാം. അല്ലെങ്കിൽ അകലം സൂക്ഷിക്കുന്ന ഒരു കുടുംബാംഗമായിരിക്കാം അത്. ഭയം, മനസ്സിലെ മുറിവുകൾ, അഹങ്കാരം, അവിശ്വാസം, തെറ്റിദ്ധാരണകൾ, ക്ഷമിക്കാനുള്ള മടി എന്നിവയൊക്കെ ഈ താക്കോലിൽ പിടിച്ചിരിക്കുന്ന തുരുമ്പാണ്. സാരമില്ല, പതുക്കെ മൃദുവായി ആ താക്കോൽ വീണ്ടും തിരിക്കുക. സ്നേഹത്തിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. സ്നേഹം ഏറ്റവും കഠിനമായ ഹൃദയത്തെകളെ പോലും അലിയിക്കും. കുടുംബത്തിലെ പഴയ പിണക്കങ്ങൾ മാറ്റും. തകർന്ന ബന്ധങ്ങളിൽ പ്രതീക്ഷയുടെ ജീവൻ വീണ്ടെടുക്കും. തെറ്റിദ്ധാരണകൾ അതിനെ വൈകിപ്പിച്ചേക്കാം. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തടസ്സപ്പെടുത്തിയേക്കാം. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു അധ്യായത്തിൽ പറയുന്നത് പോലെ സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല, അല്ലെങ്കിൽ ലവ് നെവർ ഫെയിൽസ്. എൻ്റെ ജീവിതത്തിലും ഇപ്പോഴും ഞാൻ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്നേഹബന്ധങ്ങളുണ്ട്. താക്കോൽ ഇപ്പോഴും അവിടെ സുഖമായി തിരിയുന്നില്ല, എങ്കിലും പ്രതീക്ഷ കൈവിടാൻ ഞാൻ തയ്യാറല്ല. ഇനി ഇതിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു വശം കൂടി പറയാം. ജീവിതത്തിൽ നിങ്ങൾ പണം മറ്റുള്ളവർക്ക് കൊടുത്താൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറയും. ആഹാരം പങ്കുവച്ചാൽ നിങ്ങളുടെ പ്ലേറ്റിലെ ഭക്ഷണം തീർന്നു പോകും. എന്നാൽ സ്നേഹമോ? നിങ്ങൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നുവോ അത്രത്തോളം സ്നേഹിക്കാനുള്ള നിങ്ങളുടെ ശേഷി വർദ്ധിച്ചുകൊണ്ടിരിക്കും. തിരിച്ച് സ്നേഹം ലഭിക്കുമ്പോൾ അത് കൊടുത്ത അതേ അളവിലല്ല വരുന്നത്, മറിച്ച് അത് നിറഞ്ഞു കവിഞ്ഞാണ് വരുന്നത്. അതൊരു പ്രതിധ്വനിയാണ്. നിങ്ങൾ ഊഷ്മളതയാണ് പകരുന്നതെങ്കിൽ സ്നേഹത്തിന്റെ ഒരു മഹാസമുദ്രം തന്നെ നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. നമ്മുടെ നിത്യജീവിതത്തിലെ ചില നിമിഷങ്ങൾ പോലും ഇത് പ്രകടമാണ്. ഫോണിൽ സംസാരിക്കുന്ന ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഫോണിന്റെ മറുതലക്കൽ ഇരിക്കുന്നയാൾക്ക് ആ ചിരി അനുഭവിച്ചറിയാൻ കഴിയും. ഉള്ളിലെ സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള വഴി കപടമില്ലാത്ത ഒരു പുഞ്ചിരിയാണ്. ചിലർക്ക് അത് ജന്മനാ ഉള്ളതായിരിക്കും. എന്നാൽ നമ്മൾ ചിലരൊക്കെ അതിനായി അല്പം ശ്രമിക്കേണ്ടി വരാറുണ്ട്. ആ പുഞ്ചിരിയോടൊപ്പം
അല്പം സൗമ്യമായ വാക്കുകളും ആത്മാർത്ഥമായ ഒരു പെരുമാറ്റം കൂടി ചേർത്ത് വെക്കൂ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത് കാണാം. നമ്മൾ ആദ്യത്തെ ചുവട് വെക്കുമ്പോൾ എത്രയെത്ര വാതിലുകളാണ് മുന്നിൽ തുറക്കപ്പെടുന്നത് എന്നത് കണ്ട് നാം അത്ഭുതപ്പെടും. സത്യം പറഞ്ഞാൽ ഞാനും ഇതിൽ ഇപ്പോഴും പരിശീലനത്തിലാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാകാൻ തുടങ്ങിയപ്പോഴത്തെ അവസ്ഥയിലല്ല എന്ന് മാത്രം. പ്രതീക്ഷയോടെ മുൻപോട്ട് തന്നെ പോകുന്നു. സ്നേഹിക്കാൻ ഒരു പ്രത്യേക അവസരത്തിനായോ നമ്മുടെ സ്നേഹം ലഭിക്കാൻ ഒരാൾ യോഗ്യരാണെന്ന് തെളിയിക്കുന്നത് വരെയോ കാത്തിരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ താക്കോലിനെ കുറിച്ച് ഓർക്കുക, അത് പുറത്തെടുക്കുക, ഉപയോഗിക്കുക. ഈ ലോകം എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതെന്ന് അനുഭവിക്കുക. നന്ദി.